രേഷ്മ ഒന്ന് തുടരുക. ഇപ്പോൾ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം പ്രതിനിധി ഡാനിയേൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡാനിയേൽ, നിങ്ങൾ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമയുദ്ധത്തിലാണ് വർഷങ്ങളായി. നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലം ഈ കേന്ദ്ര മാനദണ്ഡങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് താനും. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്ന കിനാലൂരിനെ സംബന്ധിച്ച് 125 ഏക്കർ മാത്രമാണ്. ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുന്ന സ്ഥലമല്ല. പക്ഷേ നിങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സാധ്യതാ പഠനം നടത്തണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിനാലൂരിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? ഗുഡ് ഈവനിങ് ടു എവറിബഡി. ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എറണാകുളം ജില്ലയിലെ പിറവം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഞങ്ങൾ വളരെ കാലമായി എയിംസിന്റെ കാര്യത്തിൽ കേരളത്തിൽ എന്താണ് എയിംസ് അനുവദിക്കാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ എഴുത്തുകുത്തുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അതിനകത്ത് ഫേവറബിൾ ആയിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല, വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. എയിംസിന്റെ നിബന്ധനകൾ ഞങ്ങൾ RTI പ്രകാരം ഞങ്ങൾ എഴുതി വാങ്ങിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുമായിട്ട് കംപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലമല്ല കിനാലൂരെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ആ വിവരം ഞങ്ങൾ കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു കിനാലൂർ മാത്രമേ ഞങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ, വേറെ ഒരു സ്ഥലവും ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല എന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മറുപടി തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോടതി പോയത്. ഞങ്ങൾ കോടതി പോയിട്ട് ഞങ്ങളുടെ ജില്ല അല്ല, ഈ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലം വെള്ളൂരാണ്, കോട്ടയം ജില്ലയാണ്. ഞങ്ങളുടെ ജില്ല എറണാകുളം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ പേപ്പർ ഫാക്ടറിയുടെ സ്ഥലമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. 700 ഏക്കർ സ്ഥലം അവിടെയുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഈ നോംസിൽ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളുള്ള അവിടെ 700 ഏക്കർ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ നഷ്ടത്തിൽ വല്ലപ്പോഴും പ്രവർത്തിക്കുന്ന ശ്രീ ഡാനിയേൽ, ഈ ഇത്രയധികം സ്ഥലം താങ്കൾ പറയുന്നത് പോലെ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ വക 700 ഏക്കർ ഭൂമിയാണ് കിടക്കുന്നത്. അത് 500-ലധികം ഏക്കർ വെറുതെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ കൃത്യമായി റെയിൽ കണക്ടിവിറ്റി ഉണ്ട്. മാത്രവുമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് 50 കിലോമീറ്ററിൽ താഴെയാണ് പിറവത്ത് നിന്നുള്ള ഈ ദൂരം. എന്തുകൊണ്ടും എയിംസിന് അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന വെള്ളൂര്. പക്ഷേ അതിനെ പാടെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ കിനാലൂരിൽ തന്നെ ഈ എയിംസ് വരണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിലുള്ള ഘടകങ്ങൾ അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ഭൂമാഫിയയുടെ ഇടപെടൽ കിനാലൂരിൽ ഉണ്ട് എന്നുള്ളത് വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ ബോധ്യം എന്താണ് ഇക്കാര്യത്തിൽ? ഉറപ്പായും ഭൂമാഫിയ ഇടപെടലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അവിടെ കിനാലൂരിലും മേവള്ളൂരിലും രണ്ടിടത്തും ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള കുൽസിത മാർഗങ്ങളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. KPPL നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. എന്തിനത് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള അറിയാൻ പാടില്ല. KRL എന്ന് പറഞ്ഞ് വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ കഷ്ണമായിട്ട് ഭൂമി അവരവരുടെ ഈ ബിനാമികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ 700 ഏക്കർ ഭൂമിയും കൈമാറാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് എയിംസിന് ഇവിടെ സ്ഥലം അനുവദിക്കാത്തത്. എയിംസിന് ഇവിടെ സ്ഥലം അനുവദിക്കാൻ പകുതിയിലധികം സ്ഥലം 700-ൽ പകുതിയിലധികം സ്ഥലം വേസ്റ്റായിട്ട് കിടക്കുകയാണ്. ആ സ്ഥലം കൊടുക്കാതിരിക്കാനുള്ള കുൽസിത പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെന്റ് എന്ന് പറയാനല്ല, കേരള ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഖേദകരമായ ഒരു സംഭവമാണ് കേരളത്തിന് മൊത്തം. ഞങ്ങൾ ഇവിടെ ഈ എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ഈ ജില്ലകളുടെ ഈ സ്ഥലങ്ങളുടെ എല്ലാം മധ്യത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാ സംഗീത സൗകര്യങ്ങളുണ്ട്. മൂവാറ്റുപുഴയാറ് ഇതിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്നു. റെയിൽവേ സ്റ്റേഷൻ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇതിന് ഉള്ളിലാണ്. ഈ പ്രോജക്ട് ഈ സ്ഥലത്തിന്റെ ഉള്ളിലാണ്. പിന്നെ 11 kV സബ്സ്റ്റേഷൻ ഉണ്ട്, വാട്ടർ സപ്ലൈ സ്കീമുണ്ട്, ഹെലിപാഡിന് സൗകര്യമുണ്ട്, ബോട്ട് ജെട്ടിക്ക് സൗകര്യമുണ്ട്.
ഇപ്പൊ എറണാകുളം 2 എയർപോർട്ടുകൾ, നേവിയുടെ എയർപോർട്ട് ഉൾപ്പെടെ 2 എയർപോർട്ടുകൾ 50 ഓക്കെ, കിലോമീറ്റർ. വളരെയധികം നന്ദി ശ്രീ ഡാനിയൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.